എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അമ്മ വരണം. എന്നാ മക്കളെ അച്ഛൻ ഒന്ന് കിടക്കട്ടെ, നല്ല തലവേദന. എവിടെ പോണ്? നാല് കേട്ടിട്ട് പോവാം. അമ്മ ബാങ്കുകാർ എന്ത് പറഞ്ഞു? വന്ന പാടെ നിൽക്കാതെ മേഡം ഇരിക്കൂന്ന് പറഞ്ഞു. എന്നിട്ട് 3 മസാല ദോശയും ജ്യൂസും കൂടെ എനിക്ക് വാങ്ങിച്ചു തന്ന് ഞാൻ കുടിച്ചു തിരിച്ചു വന്നു. നിങ്ങൾക്കൊക്കെ ഇത് കളി, എല്ലാം കൂടെ കടം കയറി പോവും. അവസാനം 4 നാൾ ഒടുങ്ങേണ്ടി വരും. ഞാൻ ഒടുങ്ങൂല, വല്ല കാശിക്കും കയറി പോവും. എന്നെയും കൂടെ കൊണ്ടുപോകണം. നീട്ടിത്തരാൻ പറഞ്ഞില്ലേ? പറഞ്ഞപ്പോ തന്നെ ഒരു പൈസ കെട്ടെടുത്ത് തന്നാ നല്ല ബാങ്ക് മാനേജർ തന്ന്. പൈസ കെട്ടല്ല, പൈസ കെട്ടിന്റെ മുകളിലേ ചുറ്റിയിരുന്ന ബാങ്ക്. പാണ്ഡിമുത്തുവിനുള്ള ഡീലിങ്സ് ഒന്നേ ഫോണിൽ കൂടെ നടക്കൂല. നമുക്ക് അവനെ നേരിട്ട് പോയി കാണാം. അണ്ണാ, പാണ്ഡിമുത്തു അണ്ണാ. എന്നടാ പൊറുക്കി പസങ്ങളെ, உங்களுக்கு നമ്മൾ ഒരു കുഴപ്പം கொண்டு வந்திருக்கு. எதுக்கு நெக்ஸ்ட் கச்சேரிக்கு கொள்ளத்து விடன்னு பிளான் போடுறியா? ஆமா அண்ணா. அப்படி இல்ல அண்ணா, இந்த ஊருக்கே தெரியும்ல உங்களுக்கு குழப்பம் ரொம்ப பிடிக்கும்னு. அதனாலதான் நம்ம இந்த குழப்பம் சமைக்க வந்திருக்கு. ஏதாவது டாக்குமெண்ட்ஸ் இருக்கா? டாக்குமெண்ட்ஸ் ഒക്കെ ഉണ്ട്, ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏ മാമ എഴുതണതാ? മാമനല്ല, ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് മാമൻ തന്ന പൈസ. നമ്പ മാട്ടേ. മട്ടനല്ല, ചിക്കൻ. சீக்கிரம் பைசா தான், எங்களுக்கு போണം. நானும் என் மாமனும் பிறந்ததுலேருந்து ரிச்சுடா. உங்ககிட்ட இருந்து പൈസ വാങ്ങാൻ വായ്പ கிடையாது. നീ നിന്റെ മാമനെ ഈ പൈസക്കാരൻ ആവണേനൊക്കെ മുമ്പ് ഓട്ടോള്ള ചെട്ടി ഇട്ടോണ്ട് ഈ നടുറോഡ് വഴി ഓടിയ കാര്യമൊക്കെ നമുക്കറിയാം. എന്നടാ എൻ വീട്ടിലെ വന്ന് എൻകിட்ட പണം കേൾക്കറിയാ? അച്ഛാ വിട്ടുകള അച്ഛാ, പൈസ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. അമ്മ സെറ്റാക്കിക്കോളും. ഇല്ലടാ, ആ പാണ്ഡിമുത്തു പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. അത് ഓരോ മുറിവുകളായി ഇവിടെ കിടക്കുകയാണ്. അവന് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ടടാ. നല്ല പണിയും ശമ്പളം ഉണ്ടെങ്കിൽ ഞാൻ പോവാം. നീ എൻ്റെ കൂടെ നിന്നാ ലക്ഷങ്ങൾ കൊയ്യ. മണി ചെയിനാ? മണിയിൽ വരെ ചെയ്തിട്ടുണ്ട് നടക്കാവന്. ഒന്നും ഇല്ലാതാക്കണം. പാണ്ഡിമുത്തുവിനെ എന്ത് ചെയ്യാൻ പോകുന്നു? മുടിപ്പിക്കണം. പാണ്ഡിമുത്തുവിനെ മുച്ചോട് മുടിപ്പിക്കണം. മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ഹേസ്റ്റ് എന്ന് പറയും, തമിഴിൽ ഇതിനെ തിരുട്ടെന്ന് പറയും, ഹിന്ദിയിൽ ഇതിനെ അറിഞ്ഞൂടാ, പച്ച മലയാളത്തിൽ മോഷണം എന്ന് പറയും. The plan is on.